ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ. ഇന്നത്തെ വിശേഷവും നാളത്തെ വിശേഷവും ഒക്കെ നമ്മൾ മെയിൻ ചാനലിലാണ് ഇടുന്നത്. ഇത് വരാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ്. അങ്ങനെ നമ്മുടെ അഭിയും ആ സത്യം അറിഞ്ഞിരിക്കുകയാണ്. എല്ലാ സത്യങ്ങളും നയനയും ആദർശും അറിഞ്ഞിട്ട് അവര് വെറുതെ അഭിനയിക്കുന്നതാണ്, ചന്തുമോളുടെ അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നതാണ് എന്ന് മനസ്സിലായി. ഇതുമാത്രമല്ല, നമ്മുടെ നയനയുടെ യഥാർത്ഥ മുഖം കണ്ടു അഭി ഞെട്ടിയിരിക്കുകയാണ്. ഇനി ഈ കളി മുന്നോട്ടേക്ക് തുടരണമെങ്കിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അനുസരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് നമ്മുടെ നയന പറയുന്നത്. മാത്രമല്ല, നയന ഒരു അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ വിശേഷത്തിലെ ഫുൾ വിശേഷത്തിലും പ്രമോവിശേഷത്തിലും ഒക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ അഭി ഇനിയിപ്പം വേറൊരു അഭിയായിട്ട് മാറാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും നാള് നമ്മുടെ അഭി ഓർത്തിരുന്നത് നയനയും ആദർശം സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അപ്പം അവരെയും താൻ കബളിപ്പിക്കുകയാണ് എന്നോർത്താണ് ഇരുന്നത്. അപ്പൊ ഇപ്പൊ അറിഞ്ഞല്ലോ സത്യം അവരറിഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ നയന വരയ്ക്കുന്ന വഴികളിലൂടെ മാത്രമാണ് ഇനി അഭി സഞ്ചരിക്കാൻ പോകുന്നത്. അത് അനന്തപുരി തറവാട്ടിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കും, ഉറപ്പായ കാര്യമല്ലേ. ജലജയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും എന്താണ് അഭിക്ക് പറ്റിയത്, അഭി ഇത്രയും പെട്ടെന്ന് മാറാൻ കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കും. അതുപോലെ അവർക്കത് തോന്നും. കാരണം അഭിയുടെ ഈ മാറ്റമേ, പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, ആദർശിനോട് സ്നേഹം, നയനയോട് സ്നേഹം, അതുപോലെ തന്നെ ആകെ ഒരു പരിങ്ങിയ സ്വഭാവം, ഒച്ചയ്ക്ക് സംസാരിക്കുന്നില്ല, എല്ലാ ആദർശം എന്ത് പറഞ്ഞാലും നയന എന്ത് പറഞ്ഞാലും എസ് 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 അത് മാത്രം. അപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? ജലജയ്ക്ക് സംശയം തോന്നും, അതുപോലെ തന്നെ നമ്മുടെ നവ്യയ്ക്കും സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നി നമ്മുടെ ജലജയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. തൻ്റെ മകൻ തന്നെ ചതിച്ചു, തൻ്റെ മകനാണ് നമ്മുടെ ചന്തുമോളുടെ അച്ഛൻ. ആ ഒരു സത്യം ജലജ അറിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുക? വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ ഞാൻ ബോറാക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു എന്താ പറയാ ഹൈലൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കാണ്. അങ്ങനെ നമ്മുടെ അഭിയും നവ്യയും ജലജയും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് അവര് മൂന്നുപേരും ഇപ്പൊ ഒറ്റക്കെട്ടാണല്ലോ. ആ ഒരു സമയത്താണ് സത്യങ്ങളൊക്കെ നയനയും ആദർശവും അറിഞ്ഞതും പിന്നെ നയനയും ആദർശവും പറയുന്നതല്ലാതെ നമ്മുടെ അഭി ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എന്തോ നമ്മുടെ നവ്യ ഇങ്ങനെ ചൊറിഞ്ഞു വരുമല്ലോ. അങ്ങനെ ആദർശനെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഓഫീസിൽ പോകാൻ തുടങ്ങുകയാണ്. നയനയും ആദർശും അഭിയൊക്കെ ഓഫീസിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ചന്തുമോളുടെ എന്തോ കാര്യം പറഞ്ഞതും എന്തോ ചൊറിയുകയൊക്കെ ചെയ്തത്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ജലജയും വന്നു. ജലജ പറഞ്ഞു, മോളെ നവ്യേ, നിന്റെ അനിയത്തിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദർശിന് ദൈവത്തെ പോലെയാണ് കാണുന്നത്. ആദർശ് എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ പരിഗണിക്കാനും അതൊക്കെ മായ്ച്ചു കളയാനും എന്നിട്ട് അതൊക്കെ തിരുത്തി കൊടുക്കാതെ ആ തെറ്റിന്റെ കൂടെ നിൽക്കാനും ഒക്കെയാ അവക്കിപ്പൊ അറിയത്തുള്ളൂ. അതാണല്ലോ ഒരെണ്ണത്തിന് ഇപ്പൊ സ്വന്തം മോളായിട്ട് വളർത്തുകയും നേരെ കൊണ്ടുപോയി സ്കൂളിലൊക്കെ ചേർക്കുകയൊക്കെ ചെയ്തത്. ഇതെവിടം വരെ പോകും? അല്ല, ഏതെങ്കിലും തറവാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണോ നവ്യയെ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഇത് കേട്ടോണ്ട് നിൽക്കില്ലേ. നയന പറഞ്ഞു, അപ്പച്ചിയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഞാനിപ്പൊ ചന്തുമോളെ എന്റെ മോളായിട്ട് നോക്കുന്നത് കൊണ്ട് അപ്പച്ചിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? അപ്പച്ചിയോട് എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പച്ചി ചന്തുമോളെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ആ കൊച്ചിനെ എന്റെ മോളെ പോലെ നോക്കുന്നു. ആദർശേട്ടൻ ആ കൊച്ചിന്റെ അച്ഛൻ സമ്മതിച്ചു. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെ ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ അംഗീകരിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ആവർത്തിക്കുന്നത്? ഇതൊക്കെ എങ്ങനെ ആവർത്തിക്കാതിരിക്കും? അല്ല, എന്റെ മോൻ അഭി ഇപ്പോഴും വെറും ഒരു GM മാത്രമാണ് ആ ഒരു ജ്വല്ലറിയുടെ. ഇപ്പോഴും മാനേജർ തന്നെയാണല്ലോ തലപ്പത്ത് നിൽക്കുന്നത്. അതെ, ഇതില് അമ്മ പറഞ്ഞതിനോട് കൂടി തന്നെ ഞാൻ യോജിക്കുന്നത്. അല്ല നയനെ, നിനക്കൊന്ന് വിചാരിക്കാമല്ലോ, നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണല്ലോ അഭിയെ. അഭി തെറ്റുകളൊന്നും ഇപ്പൊ ചെയ്യുന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അഭിയെ ഇങ്ങനെ നിങ്ങൾ മാറ്റി നിർത്തുന്നത്? എന്നിട്ട് ഇയാളെ എന്തിനാ നയനെ ഉയർത്തിപ്പിടിച്ചോണ്ട് നടക്കുന്നത്? ഇയാളെ കളഞ്ഞിട്ട് പൊക്കൂടെ നിനക്ക്? എന്തിനാ സഹിച്ച് ഇയാളുടെ കൂടെ ജീവിക്കുന്നത്? ഇയാൾ വെറും വൃത്തികെട്ടവനാണ്, വെറും വൃത്തികെട്ടവൻ. ഇങ്ങനെ ഒരു പുരുഷനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. എന്തോ ഞാൻ ഭാഗ്യമായിട്ട് കാണുക. ഇയാള് എന്റെ കഴുത്തിൽ താലി ആയിരുന്നല്ലോ. ഇപ്പൊ ഏതായാലും എന്റെ ഭർത്താവല്ലല്ലോ. അന്നൊക്കെ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഞാൻ ആദർശേട്ടനെ വിവാഹം കഴിക്കാതെ അഭിയെ വിവാഹം കഴിച്ചു, അതെന്റെ തെറ്റായി പോയി എന്നൊക്കെ. പക്ഷേ കാലം പലതും തെളിയിക്കുന്നുണ്ട്. ഇത് കേട്ടോടനെ നമ്മുടെ ആദർശ് പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നവ്യേ, നിനക്ക് നിന്റെ കെട്ടിയോൻ പെർഫെക്റ്റ് ആണെങ്കിൽ
എൻ്റെ ഭാര്യയ്ക്ക് ഞാനും പെർഫെക്റ്റ് ആയിരിക്കും, അതിന് കൂടുതൽ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അഭിയും പറഞ്ഞു, എന്താ നവ്യെ നീ കയറി പോകാൻ നോക്ക്, നീ എന്തിനാ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇവരെ ശല്യപ്പെടുത്തുന്നത്, അവര് ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. ഇത് കേട്ടതും നമ്മുടെ നയന അഭിയെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജലജ, എന്താടാ നിനക്കിപ്പോ അങ്ങോട്ടൊരു ചാഞ്ചാട്ടം? ആ, അതമ്മ ഇപ്പോഴാണോ പറഞ്ഞത്? അഭിക്ക് 2-3 ദിവസമായിട്ട് അങ്ങോട്ട് ചാഞ്ചാട്ടം തന്നെയാ. ഏത് നേരവും ഇപ്പം ആദർശ് ആദർശ് എന്ന് പറയാൻ മാത്രമേ നേരമുള്ളൂ. ആദർശിനെയോ നയനെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതേ കയറി പിടിച്ചു വളച്ചൊടിക്കുന്നത് വേറെ ആരുമല്ല, എന്റെ ഭർത്താവാ ഈ നിൽക്കുന്ന അഭിയ. അതിന് പിന്നിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നയനെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഇവിടെ നിന്ന് എന്റെ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാ നീ പോയത്? നീ നിന്റെ ഭർത്താവും കൂടെ വണ്ടി കയറ്റിയിട്ടുണ്ട് പോകുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുതൽ എന്റെ ഭർത്താവിന്റെ ആ പഴയ സ്വഭാവം ഒക്കെ മാറി. ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നില്ല, എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നില്ല. എന്റെ ഭർത്താവ് എപ്പോഴും ഓരോ ചിന്തകളുമായിട്ട് നടക്കുക. എന്നിട്ടോ ആദർശിനെയും നയനെയും കുറിച്ച് പറയുമ്പം അത് പറയാൻ പാടില്ല എന്ന് എന്തോ ഇതിന്റെ പിന്നിലുണ്ട്. എനിക്ക് തോന്നുന്നത് ഭീഷണി അത് തന്നെയാണെന്നാ. അമ്മേ, മിക്കവാറും ഭീഷണിപ്പെടുത്തി കാണും. ഇവര് പറഞ്ഞു കാണും, എന്റെ അഭിനെ ജ്വല്ലറിയിൽ നിന്ന് ഇറക്കി വിടും ഞങ്ങൾ പറയുന്നത് കേട്ടില്ല എങ്കിൽ എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും അഭിനെ ഭീഷണിപ്പെടുത്ത് ഇവരിപ്പം അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭി ഇപ്പം ഇവർ പറയുന്നതിനൊക്കെ എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതും നമ്മുടെ ആദർശല്ല നയന വീണ്ടും അഭിനെ നോക്കി. അപ്പൊ അഭി പറഞ്ഞു, നവ്യേ നിർത്തുന്നുണ്ടോ? നീ എന്ത് നന്ദിയേടായി കാണിക്കുന്നത്? ഇവര് കാരണമല്ലേ എനിക്കിവിടെ ജോലി കിട്ടിയത്. എന്താ അഭി നീ പറയുന്നതെന്ന് വീണ്ടും ജലജ ചോദിക്കാണ്. ജലജയ്ക്കും ഇതങ്ങോട്ട് അത്രയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ആകെപ്പാടെ മൊത്തം മാറ്റം. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ജലജേനെയും നവ്യേനെയും തന്നെയാണ്. അങ്ങനെ നമ്മുടെ ജലജയും നവ്യയും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ. അമ്മേ, എന്താണെന്ന് അറിയില്ല അമ്മേ, എന്തൊക്കെയോ മാറ്റം അമ്മയുടെ മോന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അഭി പഴയ പോലെയൊന്നും അല്ല. ദേ ഇപ്പോൾ ഉണ്ടല്ലോ, അഭി എപ്പോഴും ആദർശേട്ടനെ കുറിച്ച് വാഴ്ത്തി പാടുക, അതും പ്രത്യേകിച്ച് അവരുടെ മുമ്പിൽ വെച്ച്. അല്ലാതെ എന്നോട് സംസാരിക്കുമ്പം ആദർശനോടും നയനയോടും ദേഷ്യമുള്ളത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ദേ എന്റെ ഭർത്താവിനെ മിക്കവാറും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നോ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നോ ഒക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അവരുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കുക എന്നാ തോന്നുന്നത്. അത് തന്നെയാകാനാ വഴി. മാത്രമല്ല എന്റെ ഭർത്താവ് എൻ്റെ അഭിയെ പാവം ഇപ്പം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജ്വല്ലറിക്ക് വേണ്ടി. അപ്പം അതിൻ്റെ പ്രോഫിറ്റ് ഒക്കെയും അതുപോലെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഒക്കെയും എടുക്കേണ്ടത് ആദർശേട്ടനാ. അതുകൊണ്ട് ആദർശേട്ടൻ ഇപ്പം അഭിയെ സോപ്പിട്ട് നിൽക്കുന്നത്. എൻ്റെ അഭിയെ അങ്ങോട്ടേക്ക് മാറ്റിയത് എനിക്ക് ഉറപ്പാ. ഇപ്പം ദേ എൻ്റെ അനന്തപത്മനാഭനെ പോലും ഒന്ന് എടുക്കാൻ നോക്കാറില്ല, കൊഞ്ചിക്കാറില്ല. എപ്പോഴും ഓരോ ടെൻഷനുമായിട്ട് നടക്കുക. ജ്വല്ലറിയുടെ ഭാരം മുഴുവൻ തലയിൽ ഏൽപ്പിച്ച് കാണും. അതായിരിക്കും. അല്ലെങ്കിലും ആ നയന അവൾ എൻ്റെ അനീതിയൊക്കെയാ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ അഭി സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ മുതൽ അവൾക്ക് കണ്ണിക്കടി തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇതിപ്പോഴാണോ മോക്ക് മനസ്സിലായത്? അവൾക്ക് കണ്ണിക്കൊടി തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. അവളെ പുറമേ പാവം പോലെ അഭിനയിക്കും, എന്നിട്ട് അവളുണ്ടല്ലോ ഈ തറവാട് മുടിക്കും. അതാ അവളുടെ ലക്ഷ്യം. അവൾക്ക് മാത്രം ഈ തറവാട്ടിലെ റാണിയായിട്ട് വാഴണം. അവളും അവളുടെ ഭർത്താവും മാത്രം പേര് കേട്ട പ്രസക്തി നേടണം. അനന്തമൂർത്തിയുടെ ജ്വല്ലറിയിലെ വലിയ ഡിസൈനർ ആയിട്ട് അവൾക്ക് മാത്രം ഇരിക്കണം. ഇത് തന്നെയാ മോളെ അവളുടെ ഉദ്ദേശം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ മോള് നടത്തി കൊടുക്കരുത്. മൂക്കും ഇവിടെ അവകാശവും അധികാരവും ഒക്കെ ഉണ്ടെന്ന് മോള് വരുത്തി തീർക്കണം. പിന്നെ ഇവിടെ ഉണ്ടല്ലോ അച്ഛനെന്ന് പറയുന്ന ഒരു മണവോടാഞ്ചൻ, അങ്ങേരെ പറഞ്ഞാൽ മതിയല്ലോ. കുറ്റം ചെയ്തവനെ വീണ്ടും പൊക്കി പൊക്കി വെച്ചോണ്ട് നടക്കല്ലേ. നോക്കിക്കോ, എല്ലാം ഞാൻ തീർത്തു തരാം, എല്ലാത്തിന്റെ സൂക്കേട് ഞാൻ തീർത്തു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് മാറിപ്പോവുകയാണ്. അങ്ങനെ നവ്യയ്ക്കും ജലജയ്ക്കും ആകെപ്പാടെ മൊത്തം സംശയമാണ് കേട്ടോ. എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ അഭി ഇങ്ങനെ മാറില്ല എന്ന് നന്നായിട്ട് അവർക്കറിയാം. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ചന്തുമോളെക്കുറിച്ചും നയനെക്കുറിച്ചും ആദർശനെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ചന്തുമോള് നമ്മുടെ വീടിന്റെ ഭാഗ്യമാണ്. മാത്രമല്ല നയനയോ നമ്മുടെ വീടിന്റെ അതിലും വലിയ ഭാഗ്യമാണ്. അവള് ഈ വീട്ടിൽ കയറി വന്നത് കൊണ്ടല്ലേ ഇത്രയൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ വൃത്തികെട്ടവന്റെ അവിഹിതം ഇപ്പം നാറി എല്ലാവരും അറിഞ്ഞേനെ. നമ്മുടെ നയനമോളുള്ളത് കൊണ്ടല്ലേ ഇപ്പം ഇതൊന്നും ആരും അറിയാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, നയനയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തിരിക്കുന്നു. എത്രമാത്രമാണ് അവളുടെ അമ്മായിയമ്മ അവളെ ദ്രോഹിച്ചത്. ദേവയാനി ഒരുപാട് ദ്രോഹിച്ചിരുന്നു. എന്നിട്ട് പോലും അവളല്ലേ
ദേവയാനിക്ക് ലിവറൊക്കെ കൊടുത്തത്? ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ദേവയാനി ഇവിടെ കാണുമായിരുന്നോ? അതെ, നല്ലവളാണ്, നല്ല മനസ്സുള്ളവളാണ്. ലോകത്തില് ഇങ്ങനെയൊക്കെ അപൂർവം കുറച്ചു പേരൊക്കെ കാണത്തുള്ളൂ. സ്വന്തം ജീവിതവും സ്വന്തം ജീവനും ഒക്കെ ത്യജിച്ച് ജീവിക്കുന്ന നല്ലൊരു പെൺകുട്ടിയാ നമ്മുടെ നയന എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് പകരമായിട്ട് നമ്മുടെ കുടുംബം തുലയ്ക്കാൻ ഒരു വിത്ത് ഇവിടെ പിറന്നിട്ടുണ്ടല്ലോ. അഭി. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കാണ്. ജലജ പറയുന്നത് കേട്ടില്ലേ? അപ്പോഴും എൻ്റെ മോനെ ഇഷ്ടമല്ല, എൻ്റെ മോനെ അപ്പോഴും ക്രൂരനായിട്ടും ദുഷ്ടനായിട്ടും ചിത്രീകരിക്കുന്നത്. ആദർശിനെ നയനെ അങ്ങ് പൊക്കി വെക്കുന്നു. കിളവനും കിളവിക്കും എന്നാ സൂക്കേടാന്നറിഞ്ഞില്ലല്ലോ. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, സത്യങ്ങളൊക്കെ മറച്ചു വെച്ചല്ലേ പറ്റൂ. സത്യങ്ങളൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെ ജീവിതവും അവിടെ നശിച്ചു പോകും. പലരുടെ ജീവിതവും നശിച്ചു പോകാതിരിക്കാനാണ് ഇപ്പം നയന എല്ലാം സഹിക്കുന്നത്, ആദർശം എല്ലാം സഹിക്കുന്നത്. അവൻ കാരണം, അവൻ ഒറ്റ കാരണം ഈ കുടുംബത്തിൽ മൊത്തം നാണക്കേട് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞെളിഞ്ഞു കുത്തി നടക്കാണ്. ഇനിയും കുറെ ബ്രാഞ്ചിന്റെ മേൽനോട്ടം അവന് കൊടുക്കണമെന്നാ അവൻ പറയുന്നത്. അതിനൊത്ത ഒരു അമ്മയല്ലേ മകനെ വഷളാക്കിയത് എന്ന് മൂർത്തി മുത്തച്ഛനും പറഞ്ഞു. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലജ ഇതൊക്കെ കേട്ടോണ്ട് വെളിയിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ തന്നെ ജലജയ്ക്ക് മനസ്സിൽ ഇതെന്ത് പറ്റി, അഭിയെക്കുറിച്ച് തന്നെ ഇവരിങ്ങനെ സംസാരിക്കുന്നത്? എന്തൊക്കെയോ ഞാനും നവ്യൊക്കെ അറിയാതെ മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഏതായാലും മുഴുവൻ ഇവിടെ നിന്ന് കേട്ടിട്ട് അങ്ങ് പോകാം എന്ന് മറിഞ്ഞു തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയം വീണ്ടും നമ്മുടെ മുത്തശ്ശൻ പറയാണ്, ഒരു ദിവസം സത്യം വെളിയിൽ വരും. അങ്ങനെ സത്യം വെളിയിൽ വന്നാലേ ആ ദുഷ്ടൻ ആ കുഞ്ഞിനെ കൊന്നു കളയാൻ വരെ തയ്യാറാകും. അതുകൊണ്ട് നമ്മൾ ആരും ഈ സത്യം അറിയാൻ പാടില്ല. ആ ദുഷ്ടൻ അഭിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് നമ്മൾ അറിഞ്ഞു എന്നറിഞ്ഞാൽ ആ നിമിഷം ആ കുഞ്ഞിനെ തീർക്കും. ഇത് കേട്ടത് നമ്മുടെ ജയലജ ഒരു ഞെട്ടാണ്. ഒരു ഒന്നൊന്നര ഞെട്ടാണ് കേട്ടോ ഞെട്ടുന്നത്. നമ്മുടെ ജലജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ ഈശ്വര, അപ്പം ചന്തുമോളെന്ന് പറയുന്ന ആ പെൺകൊച്ച് എൻ്റെ അഭിമോൻ്റെ മോളായിരുന്നു. എൻ്റെ ഈശ്വര, അപ്പം ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? അവൻ പേരും കള്ളൻ, എന്നോട് പോലും സത്യം തുറന്നു പറഞ്ഞില്ല. വെറുതെ അല്ല അവൻ നയനെയും ആദർശിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. സത്യങ്ങളൊക്കെ അവരും അറിഞ്ഞു കാണും. അയ്യോ, ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? നവ്യ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാ മതി. മാത്രമല്ല നവ്യ ഒരുത്തി ഉള്ളത് കൊണ്ട് മാത്രം ഈ വീട്ടില് അഭി പിടിച്ചു നിൽക്കുന്നത്. ഈശ്വര, ഇനി എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് കിടുകിടാ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും നമ്മുടെ അഭിയുടെ കരണം പുകച്ചുകൊണ്ട് നമ്മുടെ ജലജ ചോദിക്കും, നീ എന്തുകൊണ്ട് എന്നോട് ഈ സത്യം മറച്ചു വെച്ചു എന്ന്. ഏതായാലും ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ജലജയും അഭിക്ക് കൂട്ടാകുമോ? അതെയോ ഇനി നമ്മുടെ അഭിയെ തള്ളി ജലജ പറഞ്ഞ് ജലജയുടെ സ്വഭാവം നല്ലതായി തീരുവോ? ചന്തുമോളെ സ്നേഹിച്ച് തുടങ്ങുമോ? തൻ്റെ കൊച്ചുമകളാണെന്നും പറഞ്ഞുകൊണ്ട് അഭിമന്യുവിനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ല, പിന്നെയല്ലേ നമ്മുടെ ചന്തുമോളെ സ്നേഹിക്കാൻ പോകുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാൻ. ഞാൻ ഇനി ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കാരണം ഒത്തിരി ലെങ്ത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കേൾക്കാൻ ഒരു രസം തോന്നില്ല കേട്ടോ. അപ്പം കുറേ നേരം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഇനി ഒരു അടുത്ത പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ വരാട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷം പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീണ്ടും വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ എല്ലാവരും പറയുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ഇടാൻ മടിക്കേണ്ട. എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പറഞ്ഞു തരിക. മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല, പോവുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ. ടാറ്റാ, ബൈ ബൈ.